പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആശയവിനിമയം നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മോദി ലോക് എന്ന പുസ്തകം മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഒമാനിൽ പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ അശ്വിൻ ഫെർണാണ്ടസ് ആണ് പുസ്തക രചയിതാവ്. ഒമാനിലെ മോഡേൺ കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് സയൻസും ഭാരതീയ പ്രവാസി മഞ്ചും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനാത്മകമായ നേതൃത്വത്തിൽ പുരോഗതിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഭാരതത്തിലെ മുഴുവൻ ജനതയോടായുള്ള മോദിയുടെ വാക്കുകളെക്കുറിച്ച് പ്രതിപാദിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നതാണ് ഡോക്ടർ അശ്വിൻ ഫെർണാണ്ടസ് എഴുതിയ മോദി ലോക് എന്ന പുസ്തകം. ഒമാനിലെ മോഡേൺ കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് സയൻസും ഭാരതീയ പ്രവാസി മഞ്ചും ചേർന്ന് മസ്കറ്റിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന മുൻ ക്യാബിനറ്റ് മന്ത്രിയായ സ്മൃതി ഇറാനി മോദി ലോക് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ്, ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ ഉപദേഷ്ടാവ് പങ്കജ് കിംജി, 150-ലധികം ഭാരതീയരായ പ്രവാസികളും ഒമാനിലെ പൗരപ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. മോഡേൺ കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് സയൻസിന്റെ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ സയ്യിദ് അൽ കിത്താനിയുടെ ആമുഖ പ്രഭാഷണത്തിലൂടെ ചടങ്ങ് ആരംഭിച്ചു. നേതൃത്വത്തിന്റെ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഫലപ്രദമായ ആശയവിനിമയമാണ് മഹത്തായ നേതൃത്വത്തിന്റെ അടിസ്ഥാനമെന്നും ശ്രീ നരേന്ദ്രമോദി സംഭാഷണത്തിലൂടെ ഭാരതത്തെ പുനർനിർവചിച്ചത് എങ്ങനെയെന്ന് മോദി ലോക് എന്ന പുസ്തകം കാണിച്ചു തരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ചും ശക്തമായ ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസ വിദഗ്ധനായ അശ്വിൻ ഫെർണാണ്ടസ് തന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഈ പുസ്തകം ഒരു മൻ കി ബാത്ത് മാത്രമല്ല, സംഭാഷണം എങ്ങനെ പ്രവർത്തനത്തെയും ഐക്യത്തെയും ശാക്തീകരിക്കാമെന്നുകൂടി വ്യക്തമാക്കുന്നു എന്ന് പുസ്തക രചയിതാവ് അഭിപ്രായപ്പെട്ടു. മോദി ലോക് will enable the Prime Minister's message to come into your homes, into your houses, and everybody can have a piece of the communication of our Honorable Prime Minister with this book. The message for Omani is India has seen strides in development in the last few years, and the message to diaspora is India is changing. This is the new India led by a visionary leader like Narendra Modi, and we hope that people from Oman, the diaspora, the Indian diaspora especially, can connect back to the nation to further develop it into Viksit Bharat, Bharat for 2047. ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന സ്മൃതി ഇറാനി പുസ്തക പ്രകാശനത്തിന് ശേഷം പുസ്തകത്തെക്കുറിച്ചും മോദിയുടെ നേതൃപാടവത്തെക്കുറിച്ചും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ പരസ്പര ബന്ധത്തെപ്പറ്റിയും ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. മോദി ലോക് എന്ന പുസ്തകത്തിന്റെ അന്തർദേശീയ യാത്രയുടെ ഭാഗമായി മിഡിൽ ഈസ്റ്റിലും ലണ്ടനിലുമൊക്കെ ഐക്യത്തിന്റെയും പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും സന്ദേശം കൂടുതൽ പ്രചരിപ്പിക്കുന്നു. ശ്രീമതി സ്മൃതി ഇറാനിയുടെ ഈ ഒമാൻ സന്ദർശന വേളയിൽ ICAI ഒമാൻ ചാപ്റ്ററിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. ദുബായ്, അബുദാബി, ദോഹ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ICAI ചാപ്റ്ററുകളുമായി സഹകരിച്ച് 2025 ജനുവരി 18 നടക്കാനിരിക്കുന്ന GCC സെമിനാറിനെ കുറിച്ചും ജനുവരി 19 നടക്കുന്ന ഒമാൻ ഇൻവെസ്റ്റർ മീറ്റിന്റെ പദ്ധതികളെക്കുറിച്ചും അവർ ചർച്ചയിൽ സംസാരിച്ചു. ശ്രീമതി സ്മൃതി ഇറാനി പരിപാടികൾക്ക് ഭാരതത്തിന്റെ ആശംസയും പിന്തുണയും അറിയിച്ചു. പത്മചന്ദ്ര പ്രകാശ്, ജനം, ഒമാൻ.